നിയമസഭയിൽ സ്വർണ്ണക്കള്ളന്മാരെ പുകഴ്ത്തുകയും സ്വർണ്ണക്കള്ളന്മാരെ അവർക്കു വേണ്ടി വാദമടിക്കുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി ഈ വാർത്ത അറിഞ്ഞായിരുന്നു. സംഭവം നടക്കുന്നത് നിയമസഭയ്ക്ക് കിലോമീറ്ററുകൾക്കപ്പുറം വിളപ്പിൽശാലയിലാണ്. വിളപ്പിൽശാല എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ആ വിളപ്പിൽശാലയിലെ സർക്കാർ ആശുപത്രിയിൽ ഒരു യുവാവ് ചികിത്സ കിട്ടാതെ മരണപ്പെടുകയാണ്. തന്റെ ഉമ്മയുടെ കൈയോട് ചേർന്നാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ ആശുപത്രിക്ക് വീഴ്ചയെന്ന ആരോപണം ശക്തം. ശ്വാസതടസ്സത്തെ തുടർന്ന് തിരുവനന്തപുരം കൊല്ലംകോണം സ്വദേശി ബിസ്മീർ എന്നയാളാണ് മരിച്ചത്. സംഭവത്തിൽ വിളപ്പിൽശാല സർക്കാർ ആശുപത്രി അധികൃതരോട് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടി. സംഭവത്തിൽ ആശുപത്രിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മരണപ്പെട്ട ബിസ്മീർ ആശുപത്രിയിൽ ഏറെ അസ്വസ്ഥനായി നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ജനുവരി 19-നാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് വിളപ്പിൽശാല കൊല്ലംകോണം സ്വദേശി ബിസ്മീർ വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിലെത്തിയത്. ഭാര്യ ജാസ്മിനാണ് ബിസ്മീറിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ വാതിലുകളെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നുവെന്നും നിരവധി തവണ വിളിച്ചതിനും കോളിംഗ് ബെൽ അടിച്ചിട്ടും ശേഷമാണ് ഡോക്ടർ പുറത്തേക്ക് വന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്നിട്ടും പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ല എന്നാണ് ജാസ്മിന്റെ പരാതി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ബിസ്മീർ മരിച്ചിരുന്നു. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിയ രോഗിക്ക് ജീവനക്കാർ ഗേറ്റ് തുറന്നു നൽകാൻ തയ്യാറായില്ല എന്ന് കുടുംബം പരാതിപ്പെട്ടിരുന്നു. കുടുംബം വിളപ്പിൽശാല മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. രോഗിയുടെ നില മോശമായതിനാലാണ് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതെന്നായിരുന്നു ആശുപത്രി അധികൃതർ നൽകിയ വിശദീകരണം. സംഭവം വിവാദമായതോടുകൂടി വിളപ്പിൽശാല സർക്കാർ ആശുപത്രി അധികൃതരോട് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടി. ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ അഡീഷണൽ ജില്ലാ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയത്. ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് അന്വേഷണം നടത്തേണ്ടത്. അടിയന്തരമായി റിപ്പോർട്ട് നൽകാനും ആവശ്യമുണ്ട്. പ്രാഥമിക ചികിത്സ പോലും ഏറെ വൈകിയാണ് ഉണ്ടായതെന്ന് ബിസ്മീറിന്റെ ഭാര്യ ജാസ്മിർ മാധ്യമങ്ങളോട് പറഞ്ഞു. ആശുപത്രിയുടെ ഗ്രില്ല് അകത്തുനിന്ന് പൂട്ടിയതിനെ തുടർന്ന് 10 മിനിറ്റിൽ അധികമാണ് ആശുപത്രി വരാന്തയിൽ ബിസ്മീറിനും ഭാര്യയ്ക്കും കാത്തു നിൽക്കേണ്ടി വന്നത്. നിലവിളിച്ച് കരഞ്ഞിട്ടും ആശുപത്രി അധികൃതർ സഹായിച്ചില്ല എന്ന് ബിസ്മീറിന്റെ ഭാര്യ ജാസ്മിൻ പറയുന്നു. ആശുപത്രി അധികൃതർ ശ്രമിച്ചിരുന്നുവെങ്കിൽ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും സഹോദരൻ പറയുന്നു. ഈ മാസം 19-ന് പുലർച്ചെയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് ബിസ്മീറിനെ വിളപ്പിൽശാലയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നത്. ശേഷം ഓക്സിജൻ, CPR, അതുപോലെ തന്നെ നെബുലൈസേഷൻ എന്നിവ നൽകാൻ തയ്യാറായില്ലെന്നാണ് കുടുംബം ഇപ്പോഴും ആവർത്തിക്കുന്നത്. നീതി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ആശുപത്രി ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ഭർത്താവിന്റെ മരണത്തിന്റെ ഉത്തരവാദികൾ ആശുപത്രി ജീവനക്കാർ മാത്രമാണെന്നുമാണ് ഭാര്യ ജാസ്മിൻ പറയുന്നത്. ഒരുപക്ഷെ അതൊരു ആരോഗ്യ കേന്ദ്രം, അതായത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണെങ്കിൽ പോലും തന്റെ മുന്നിൽ വരുന്ന രോഗിക്ക് പ്രാഥമിക ചികിത്സ നൽകാനുള്ള മര്യാദ, ഒരു ഉത്തരവാദിത്വം ആ ഡോക്ടറിനില്ലേ എന്ന ചോദ്യമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും എങ്ങനെയാണ് ഡോക്ടറിന് കൈയൊഴിയാൻ സാധിക്കുക, അല്ലെങ്കിൽ പിന്മാറിപ്പോകാൻ സാധിക്കുക എന്നതാണ് നിർണായകമായ ചോദ്യം. ആ ചോദ്യത്തിന് മുന്നിൽ കൃത്യമായ ഉത്തരം ലഭിക്കണം. ചികിത്സ ലഭിച്ചതിന് ശേഷമാണ് രോഗി മരിച്ചിരുന്നുവെങ്കിൽ നമുക്കതിൽ പറയാൻ ഉണ്ട്. പക്ഷേ തന്റെ മുന്നിൽ വരുന്ന ആ CCTV ദൃശ്യം കാണുമ്പോൾ ഒന്ന് കണ്ണീരോടല്ല നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കില്ല. അതായത് 5 മിനിറ്റ് മുൻപ് പോലും കൃത്യമായി ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു ആശ്വാസമെങ്കിലും അവസാന നിമിഷമെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഇത് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടന്ന് ഉണ്ടായ ആ വെപ്രാളം കൊണ്ടാണ് അദ്ദേഹം ഓട്ടോറിക്ഷയിൽ ഇരുന്ന് മരണപ്പെട്ടതെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ നിയമസഭയിൽ കിടന്ന അഹോരാത്രം സാർ എന്ന് വിളിച്ചുകൊണ്ട് വീണ ജോർജ് മന്ത്രി അവർ സ്വർണ്ണക്കൊള്ള അടിച്ചവരെ ഉൾട്ടയാക്കിക്കൊണ്ട് പ്രതിപക്ഷമാണ് എല്ലാത്തിനും കാരണം, സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട് സ്വർണ്ണക്കള്ളന്മാരെന്നൊക്കെ പറഞ്ഞ് സാർ എന്നൊക്കെ നിലവിളിച്ച് നിയമസഭയിൽ കിടന്ന് പ്രസംഗിക്കുന്ന മന്ത്രി ഇതൊന്നും അറിയണം. വിളപ്പിൽശാല പോലെയുള്ള അല്ലെങ്കിൽ സർക്കാർ ആശുപത്രി, സർക്കാർ പ്രാഥമിക കേന്ദ്രത്തിലൊക്കെ പ്രഥമ കേന്ദ്രത്തിലൊക്കെ തന്നെ ഇതൊക്കെയാണ് നടക്കുന്നത് സാർ, നടക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് സാർ രോഗികൾ മരിക്കുന്നതെന്ന് ആ CCTV ദൃശ്യങ്ങൾ കൺതുറന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സാർ. എന്തായാലും ആ ഭാര്യയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ശ്വാസം മുട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട്, പക്ഷേ അവിടെ ഗ്രില്ലെല്ലാം പൂട്ടിയിട്ടൊക്കെയായിരുന്നു. ഞങ്ങൾ പലതവണ വിളിച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട്, അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല. അവരെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലായിരിക്കണം. ഞാൻ ഓടി വരുമെന്ന് വിളിച്ചു. എൻ്റെ ഇക്കൊക്കെ അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കിടന്ന് വിളിക്കുന്നുണ്ട്, കൈ ഉയർത്തി കിടന്ന് വിളിക്കുകയാണ്, രക്ഷിക്കണേ, എനിക്ക് 2 മക്കളുണ്ട്, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു, ഇങ്ങനെ കീറി വിളിക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് ഒരു സെക്യൂരിറ്റി വന്ന് പുള്ളിക്കാരനും കൂടെ പിടിച്ചിട്ടാണ് അകത്ത് കൊണ്ടുപോയത്. അകത്ത് പോയപ്പോൾ സിസ്റ്റർ പറഞ്ഞു അവിടുത്തെ കസേരയിലിരുത്താൻ. എന്നിട്ട് ഡോക്ടറും സിസ്റ്ററും കൂടെ കൈയൊക്കെ പിടിച്ച് നോക്കിയിട്ട് കാൽസ്യം കുറഞ്ഞതാണോ സോഡിയം കുറഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു,
ഞാൻ 2 ദിവസം മുന്നേ രാത്രി ഇതുപോലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഡോക്ടർ തന്നെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഒന്ന് ആവി കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ആ നഴ്സ് വെറുതെ സ്വിച്ചിട്ടിട്ട് ഇങ്ങനെ ആവിയുടെ ഇത് തരുമായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്സിജൻ കൊടുത്തില്ല, അതുകൂടെ തരുമോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഓക്സിജൻ്റെ ഇതെടുത്ത് തന്നത്. അപ്പം ഞാനിങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി അപ്പോഴേ ഇങ്ങനെ കുഴഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി ഇച്ചിരി മനസ്സാക്ഷി ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് പിടിച്ചു കൊടുക്കുമോ, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ ചുണ്ടൊക്കെ അങ്ങ് കറുത്തു. അപ്പോഴും ഞാൻ പറയാനുണ്ട് ബോധം പോയെന്ന് തോന്നുന്നു, എന്തെങ്കിലും ചെയ്യുമോയെന്ന് ചോദിച്ചപ്പോൾ നഴ്സ് എന്നോട് ചോദിച്ചു നീ എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. 2 വീലറിലാന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സീരിയസ് ആയ ഒരാളെ 2 വീലറിലാണോ കൊണ്ടുവരുന്നതെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ആംബുലൻസ് ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ആംബുലൻസ് ഡ്രൈവറിനെ വിളിച്ചു. അതിനിടയിൽ വീൽ ചെയറിൽ കയറ്റി. അപ്പോൾ ആംബുലൻസിലോട്ട് കയറ്റുന്നതിന് മുന്നേ അപ്പോൾ ബോധം പോയി, മൂക്കിന്ന് ഇങ്ങനെ പത വരുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് മൂക്കിന്ന് പത വരുന്നുണ്ട്, ബോധം പോയി, അനങ്ങുന്നില്ല, വിളിച്ചിട്ട് അനങ്ങുന്നില്ല, ഒന്ന് CPR കൊടുക്കുന്നുണ്ട്. ആ ഡോക്ടർ ഒന്നും ചെയ്തില്ല, ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. ഇവരെല്ലാവരും കൂടെ പിടിച്ച് ആംബുലൻസിലോട്ട് കയറ്റാൻ നോക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ CPR കൊടുക്കുമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഒന്ന് നോക്കിക്കൊണ്ടിരിക്കാതെ ഒന്ന് പിടിക്കുമെന്ന് പറഞ്ഞു. എല്ലായ്പ്പോഴും അവിടെ അങ്ങനെയാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് അവരെണീറ്റ് വന്ന് OP ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ. അന്നത്തെ ദിവസം അവർ ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല. അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് പൂട്ട് തുറന്നത്. അപ്പോഴും ഇക്കൊക്കെ ഇവിടെ മരണവെപ്രാളം പോലെ തന്നെയായിരുന്നു. ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, നെഞ്ചുവേദന അല്ല ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയാണ്. അപ്പം ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഇരിക്കുകയും ഞാനിപ്പോൾ വിളിക്കാം. എന്നിട്ട് ഞാൻ ആ ഗ്രില്ലിനപ്പുറത്ത് നിന്ന് അവരെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞൊന്ന് ഓടി വരുമോ സിസ്റ്റർ, ഇത്തിരി ഓടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. അവരുടെ ഉറക്കം പോയതിൻ്റെതായിരിക്കും, പക്ഷെ നഷ്ടപ്പെടുന്ന ഞങ്ങൾക്കല്ലേ. ഈ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ് ആരെങ്കിലും ഒന്ന് കയറുമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് ആരും വരത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്, ആ സെക്യൂരിറ്റി ഉണ്ട്. ഒരാൾ എന്നെ സഹായിക്കാനില്ലായിരുന്നു. വേണ്ട, അവർ സഹായിക്കേണ്ട, ഒന്ന് CPR കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു. ആ മെഡിക്കൽ കോളേജിൽ പോകുന്നതിനിടയ്ക്ക് എൻ്റെ വാപ്പയും ചേച്ചിയുടെ മോനുമാണ് കയറിയത്. അപ്പോഴും ഞാൻ CPR കൊടുക്കാൻ നോക്കിയിട്ട് വാ തുറന്ന് നോക്കുമ്പോൾ നാക്ക് കടിച്ചു പിടിച്ചൊക്കെയാണ്. അപ്പോഴും മൂക്കിന്ന് വായിന്ന് പത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ ചോദിച്ചത് CPR കൊടുത്തോ എന്നാണ് ചോദിച്ചത്. ഈ കൊണ്ടുപോകുന്ന ഈ ഗ്യാപ്പാണ് അവർ പറഞ്ഞത് 20 മിനിറ്റായി പോയിട്ടെന്ന്. ആംബുലൻസ് കയറിയതിന് ശേഷം സംസാരിച്ചിട്ടില്ല. ആംബുലൻസ് കയറ്റുന്നതിന് മുന്നേയും ആ ഹോസ്പിറ്റലിൽ ആ നെബുലൈസേഷൻ കൊടുക്കുന്ന അവിടെ നിന്ന് വീൽ ചെയറിലോട്ട് ആയ സമയം മുതൽ പുള്ളി സംസാരിച്ചിട്ടില്ല. അപ്പോഴും ഇവിടെ ഇന്നലെ സൂപ്രണ്ട് പറഞ്ഞു CPR കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഉണർന്നിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് CPR കൊടുക്കുന്നത്. ഈ പറയുന്ന സൂപ്രണ്ട് അവിടെ ഇല്ലായിരുന്നു, അവർ വാദത്തിന് വേണ്ടി പറയുന്നതാണ്. അല്ലെങ്കിൽ വീണ്ടും CCTV നോക്കിയല്ല അറിയാം. തിരിച്ച് ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് എൻ്റെ ഇക്കക്ക് ബോധമില്ലാത്ത ഒരാൾക്ക് CPR കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞാലേ അറിയാവോ. പറഞ്ഞിട്ട് പോലും അത് ചെയ്തില്ല. അതാണ് എനിക്കും എൻ്റെ മക്കൾക്ക് ഞങ്ങളുടെ കൊല്ലേ നഷ്ടപ്പെട്ടത്. അവരുടെ ആരുമല്ല, ഇതെനിക്ക് ആരുടെ ജോലി പോകണമെന്നൊന്നും. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഇത് ഇനി വേറൊരാൾക്ക് ഉണ്ടാവരുത്. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യട്ടെ. അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകും.